ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി വോയിസ് ഓവർ വീഡിയോയും മറ്റൊക്കെ ചെയ്തിട്ട്. സോ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാണേ. അതായത് മെറിയുടെ മൊബൈൽ ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയായിരുന്നു. സോ അത് റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകണം. ഓൾറെഡി റിപ്പയർ ചെയ്തതാണ്, പക്ഷേ വീണ്ടും കംപ്ലൈൻ്റ് ആയി. അതുപോലെ തന്നെ നമുക്ക് കേരള സ്റ്റോറിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് കേരള സ്റ്റോർ എന്ന് ചോദിച്ചു അല്ലേ? അതായത് ഞങ്ങളിപ്പോൾ ഉള്ളത് കേരളത്തിലല്ല, പൂനെയിലാണ്. സോ ഞങ്ങളെല്ലാം റെഡിയായി. അപ്പോൾ മെറി പറഞ്ഞു എൻ്റെ ഒരു ഫോട്ടോ എടുക്കണം, നമുക്ക് ഒരുമിച്ചുള്ളൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിക്കാണ്. അപ്പോൾ എട്രിക്കോട്ടിന് എല്ലാവരും റെഡിയായി. അതിൻ്റെ ഇടയിൽ കൂടിയാണ് എട്രിക്കോട്ടിന് കളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നേരെ കയറി ടേബിളിൻ്റെ അടിയിൽ കയറിയിരുന്നു, ഡൈനിങ് ടേബിളിൻ്റെ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവിടെ സമയം പോയി കിട്ടി. വിചാരിച്ച സമയത്ത് പോക്കും നടന്നില്ല. അങ്ങനെ പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് പിന്നെയും വരുന്നു, അവനെ വീണ്ടും കളിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ മേലേക്ക് വന്ന് ചാടി ഓടി കയറി. അങ്ങനെ വീണ്ടും കുറച്ച് സമയം കൂടി പോയി കിട്ടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു കണക്കിന് ആ ചെറുക്കനെ പിടിച്ച് പുറത്താക്കി ഇനി പോകാനുള്ള തയ്യാറെടുപ്പായി. അപ്പോൾ ആളാണ് പോയി എപ്പോഴും ചെരുപ്പ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്ന അവൻ തന്നെയാണ്. എല്ലാവരും ചെരുപ്പെടുത്ത് പുറത്തിടും. അങ്ങനത്തെ ആ ചെരുപ്പെല്ലാം ഫ്ലാറ്റിൻ്റെ ഡോറെല്ലാം ക്ലോസ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നേരെ അവൻ ഓടിച്ചിരുന്ന ലിഫ്റ്റിലേക്കാണ്. അവന് തന്നെ ഫസ്റ്റ് പോയി പ്രസ് ചെയ്യണം ലിഫ്റ്റ്. ഓക്കെ, അങ്ങനെ ലിഫ്റ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തു. ഇനി ലിഫ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. അങ്ങനത്തെ ആ ലിഫ്റ്റ് വന്നു, ലിഫ്റ്റിൻ്റെ അകത്ത് കയറി. അങ്ങനെ ഞങ്ങൾ താഴെ ബേസ്മെൻറ്റ് ഫ്ലോറിലാണ് ഇറങ്ങിയത്, കാരണം ബൈക്ക് ഇരിക്കുന്ന അവിടെയാണ്. അങ്ങനെ നേരെ ബൈക്കിനടുത്തേക്ക് നേരെ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറെ കാര്യം ഉണ്ടായിരുന്നു കേട്ടോ, നിറച്ച് പൊടിയായിരുന്നു, കാരണം ഇവിടെ ഭയങ്കര ഡസ്റ്റാണ്. അങ്ങനെ ഡസ്റ്റെല്ലാം ക്ലീൻ ചെയ്ത് പോകാൻ വേണ്ടി തയ്യാറെടുത്തപ്പോഴത്തേക്കാണ് ഒരാഗ്രഹം, വീണ്ടും ഒരു ഫോട്ടോ എടുത്താലോ എന്ന്. അങ്ങനെ വീണ്ടും ഒരു ഫോട്ടോ എടുത്ത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് കൊടുത്തു. അങ്ങനത്തെ നമ്മൾ താമസിക്കുന്ന സൊസൈറ്റിയിൽ നമ്മൾ നേരെ റോഡിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹെൽമെറ്റ് ഒന്നും നിർബന്ധമില്ല കേട്ടോ, പക്ഷേ നമ്മളിവിടെ ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം ഇത് ജസ്റ്റ് സൊസൈറ്റിയിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ മാത്രമാണ്. പൂനെയിൽ വന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കാര്യവും കൂടി ഇത് തന്നെയാണ്. കാരണം 100 പേരെടുത്താൽ 10 പേര് പോലും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടാവില്ല. പോലീസ് ചെക്കിങ്ങിന് പോലും ഹെൽമെറ്റ് നിർബന്ധമില്ല ഇവിടെ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് കേരള സ്റ്റോറിലേക്കാണ്. വാക്കടാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. സോ അവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഏകദേശം 4 കിലോമീറ്റർ താഴെയായിട്ടുള്ളൂ. അങ്ങനെ നമ്മളിവിടെ വന്നു, കേരള സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ പുറത്തേക്ക് നടന്നു. ഇനി നമുക്ക് പോകാനുള്ളത് മൊബൈൽ ഷോപ്പിലേക്കാണ്. അങ്ങനെ നമ്മൾ ഈ കാണുന്ന മൊബൈൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ തന്നെയാണ് നമ്മൾ നേരത്തെയും ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുത്തത്. നമ്മൾ താമസിക്കുന്ന സൊസൈറ്റിയോട് ചേർന്ന് തന്നെയാണ് ഈ ഷോപ്പുള്ളത്. 1-2 പേർ അവിടെ മുന്നേ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്കവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും വന്നു. അങ്ങനെ അക്ഷമരായി 2 പേരും അവിടെ ഇരിപ്പായി. അങ്ങനത്തെ ആ ഫോണിൻ്റെ ബോഡി പാനൽസ് എല്ലാം ഇവിടെ അഴിച്ചിട്ടിട്ടുണ്ട്. ആളിത് അവിടെ പോയിട്ട് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റിപ്പയർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നേരെ ഫ്ലാറ്റിലേക്ക് എത്തി. ഏകദേശം ഉച്ചയായിരുന്നു. ഇനി നേരെ പോയി ഫുഡ് കഴിക്കണം, റെസ്റ്റ് എടുക്കണം. അപ്പോൾ ശരി ഗൈസ്.